എല്ലാവർക്കും നമസ്കാരം. ഞാൻ ബിജേഷ്, എൻ്റെ കൂടെ എൻ്റെ ഭാര്യ വിനിത. അപ്പോൾ നാച്ചേഴ്സ് കിച്ചൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ പരിചയപ്പെടുത്തുന്നത് പച്ചക്കറി പടവലമാണ്, സ്നേക്ക് ഗാർഡ്. അപ്പോൾ സ്നേക്ക് ഗാർഡിൻ്റെ ഗുണങ്ങളെയും പ്രത്യേകതകളും വെച്ച് നമുക്ക് പറയാം. സ്നേക്ക് ഗാർഡ് നമ്മളിവിടെ പൊതുവെ നമ്മൾ ചെയ്യുന്ന കൃഷി രീതിയെല്ലാം സെയിമാണ്. എല്ലാ പച്ചക്കറികൾക്കും നമ്മൾ സെയിം ആണ് ചെയ്യുന്നത്. അടിയിൽ നമ്മൾ കമ്പോസ്റ്റ് വളമാണ് നമ്മൾ അടിയിൽ പ്രധാനമായിട്ട് കൊടുക്കുന്നത്. പ്രധാനമായിട്ട് അടിവളമായിട്ട് നമ്മൾ ചേർക്കുന്നത് എല്ലുപൊടി, അതേമാതിരി വേപ്പിൻ പിണ്ണാക്ക്, അതിൽ കക്കയുടെ പൊടി, ഇതാണ് നമ്മൾ അടിവളമായിട്ട് അതിനായിട്ട് ചേർക്കുക. പിന്നെ അതിന് പുറമെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ മാതിരി തന്നെ നമ്മൾ സ്ലെറി ചേർക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ 2 തരം പടവല വിത്താണ് നമ്മൾ ഇട്ടേക്കുന്നത്. ഒന്ന് ചെറിയത് വേണ്ട ബേബി, ഒരടി ഉണ്ടാവില്ല, നമുക്ക് ഒരടി അരടി കാലം കുറച്ച് വലുപ്പം കൂടുതലായിട്ട് ഒരടി കഷ്ടി ഉണ്ടാവുള്ളൂ. പിന്നെ 1.5 അടി വലുപ്പത്തിലുള്ള വേറൊരു വെറൈറ്റിയാണ്. ഈ 2 തരം പടവലാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്. പടവലത്തിന് സാധാരണ ഒരു 45 മുതൽ 50 ദിവസം, 50 ദിവസത്തിനുള്ളിൽ നമുക്ക് കായായി തുടങ്ങും. തോട്ടം നമ്മൾ ജൈവ രീതിയിലാണ് ചെയ്യണത്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പറഞ്ഞതാണ്, നമ്മുടെ ദുബായിലുള്ള നമ്മുടെ ഷോപ്പ് ഓർഗാനിക് ഷോപ്പാണ്. അപ്പോൾ അതിൻ്റെ പേരിൽ തന്നെ നമ്മുടെ എല്ലാ വെജിറ്റബിൾസും പൂർണ്ണമായിട്ടും ജൈവ രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഈ പടവലം ഈ പറഞ്ഞാൽ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ എപ്പോഴും കുറച്ച് മൂപ്പ് കുറവുള്ള പടവലായിരിക്കണം. മൂപ്പ് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കുറച്ച് ഹാർഡാവും. അപ്പോൾ മൂപ്പ് കുറഞ്ഞത് നമുക്ക് നോക്കിയെടുക്കാം. ആദ്യം നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. ആവശ്യത്തിനുള്ള ആദ്യം നമുക്ക് കടുകിടാം. കുറച്ച് ഉണക്കമുളക്, പടവലം കൊണ്ട് സാധാരണ പല കറികളും വെക്കാം, പക്ഷേ നമ്മളിവിടെ ഒരു ചെറിയൊരു തോരനാണ് നമ്മളിന്ന് വെക്കുന്നത്. നമുക്കിനി സബോള ഒന്ന് വാടി, അപ്പം നമുക്ക് ഇത്തിരി മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം. പടവലത്തിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ദഹന സംബന്ധ വയറിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല ഒരു ഔഷധമായിട്ട് തന്നെ പറയാം പടവലത്തിന്. ഇവിടെ എനിക്ക് പരിചയമുള്ള ഒരു പ്രകൃതി ചികിത്സനുണ്ട്. ആള് വയറിന് കംപ്ലൈൻ്റ് ആയിട്ട് ആര് ചെന്നാലും 1 മാസം ഡെയിലി ഒരു 150 ഗ്രാം വെച്ച് പടവലങ്ങ കഴിച്ചിട്ട് വരാനാണ് ആൾ പറയുമോ. അത് കഴിച്ചിട്ട് പിന്നെ ആരും പോകാറില്ല സാധാരണ. ചെന്നെങ്കിൽ അപ്പോഴേക്കും ആ അസുഖം അന്നേരം 1 മാസം കൊണ്ട് ആ അസുഖം മാറിയിട്ടുണ്ടാവും. പടവലങ്ങ കുറച്ചൊന്ന് വാടിക്കഴിഞ്ഞു. ഈ സമയത്ത് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പാണ്, അത് നമ്മൾ ആഡ് ചെയ്യാം. പിന്നെ നാളികേരവും നമുക്ക് ആഡ് ചെയ്യാം. ഇത് രണ്ടും നമ്മൾ പ്രധാനമായിട്ട് ആഡ് ചെയ്യുന്നത് നമുക്ക് ഇതിൻ്റെ കുറച്ചും കൂടി ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടുണ്ട്. അല്ലാണ്ട് നമുക്ക് വെറുതെ ഇത് മെഴുക്കുവരട്ടിയായിട്ട് വെറുതെ നമുക്ക് വെക്കാൻ പറ്റും. പക്ഷേ നമുക്ക് കുറച്ചും കൂടി ടേസ്റ്റ് ആയിട്ട് നമുക്ക് കഴിക്കാനായിട്ട് നല്ലത് എപ്പോഴും കുറച്ച് പരിപ്പും കുറച്ച് തേങ്ങയും ആഡ് ചെയ്യുന്നതാണ്. ഇതിൽ വിറ്റാമിൻ എയും സിയും ധാരാളം ആഡ് ചെയ്യുന്നതിൻ്റെ പേരിൽ തന്നെ നമുക്ക് ഇതിൽ പ്രതിരോധശേഷി വളരെ കൂടുതലുള്ള ഒരു പച്ചക്കറിയാണ് പടവലം. അതുപോലെ വൃക്കകളിലുള്ള മാലിന്യം, മൂത്രക്കല്ലൊക്കെ മാറാനൊക്കെ ആയിട്ട് നല്ലൊരു വിഭവമാണ് ഈ പച്ചക്കറി തോരൻ. അതുപോലെ കൊളസ്ട്രോൾ, ഇതിൽ ഒട്ടും കൊളസ്ട്രോൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ കൊളസ്ട്രോൾ നമുക്ക് ഏറ്റവും കുറയ്ക്കാൻ പറ്റും. അതുപോലെ ഇത് വൈറ്റമിൻ സി, കൊളാജിൻ ഉൽപ്പാദിപ്പിച്ചിട്ട് നമ്മുടെ ചർമ്മത്തിൻ്റെ ആരോഗ്യം സംരക്ഷിക്കാനും ഒക്കെ പറ്റിയ ഏറ്റവും നല്ലൊരു പച്ചക്കറിയാണ്. അപ്പം നമ്മളുടെ ഇന്നത്തെ പടവലങ്ങത്തോരൻ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് കഴിച്ചു നോക്കാം. ഇത് കഴിക്കുമ്പോഴേ എപ്പോഴും നല്ല ചൂടോടുകൂടി കഴിക്കുക. നമ്മൾ കഞ്ഞിക്കും അതേപോലെ തന്നെ ചപ്പാത്തിയിലൊക്കെ കൂട്ടി കഴിക്കാനായിട്ട് സൂപ്പറാണ്.